അപ്പോഴേ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 തരം ദോശ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വട്ടത്തിൽ നല്ല വട്ടത്തിലുള്ള ദോശയുണ്ട്, കുറച്ച് നമ്മുടെ തട്ടുദോശ രൂപത്തിലുള്ളതും ഉണ്ടാക്കുന്നുണ്ട്. കൂടെ നമ്മൾ കുക്കറിൽ നമ്മുടെ പരിപ്പ് വേവിക്കുക, ഇച്ചിരി കൂടുതൽ പരിപ്പ് എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാമ്പാറിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിപ്പ് കൂടുതൽ വേണം കേട്ടോ. ഇതിനകത്ത് എൻ്റെ അടുത്ത് കുഞ്ഞുള്ളി വേണം, കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ 2 വലിയ ഉള്ളി എടുത്തിട്ട് അതിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ദോശ അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്, ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം കുക്കറിൽ വെച്ചിട്ടുള്ളത് അത് ആ കുക്കർ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വറ്റൽമുളക്, കടുക്, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ, നമ്മൾ തൊലിയോട് കൂടി ചതച്ചത്, അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിനകത്തോട്ട് ഇടുക, നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ സാമ്പാർ പൊടി, ഇത് എല്ലാം ഇച്ചിരി മതി കേട്ടോ. നല്ല ടേസ്റ്റിന് നമ്മുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ മതി, അല്ലാതെ ഒരുപാടൊന്നും വേണ്ട. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചുള്ള പരിപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ നന്നായിട്ട് ഇളക്കി വെക്കുക, കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്ത് ദോശയുടെ പണിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എത്ര പുളി വേണോ അത്ര ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഇച്ചിരി ചായപ്പൊടി എന്ന് പറയാം, ഇച്ചിരി ശർക്കരപ്പൊടി, നമ്മുടെ ഞാൻ ഇച്ചിരി കൂടുതൽ കായത്തിൻ്റെ പൊടി എല്ലാത്തിലും ഇടാറുണ്ട്. അപ്പോൾ കായപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി സാമ്പാറാട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി, ദോശ, ഇഡ്ഡലിയുടെ കൂടെ മാത്രം, ചോറിൻ്റെ കൂടെ ഇത് അത്ര വലിയ സെറ്റാവില്ല. പിന്നെ അപ്പുറത്ത് അമ്മ ചായ സെറ്റാക്കുന്നുണ്ട്, ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകർന്നു വെക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പം അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടം